നമ്മുടെ തലസ്ഥാനം നരകമോ? കേരളത്തിന്റെ തലസ്ഥാനത്ത് നിന്ന് സാധുജനങ്ങളോടുള്ള സർക്കാരിന്റെ ക്രൂരതകൾ വീണ്ടും. വേസ്റ്റ് വാരാൻ പോയി കൊല്ലപ്പെട്ട ജോയ്ക്കു പിന്നാലെ തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റിൽ രോഗി കുടുങ്ങിക്കിടന്നത് 1.5 ദിവസം എന്ന വസ്തുത പുറത്തു വന്നിരിക്കുന്നു. ഒരു രോഗി ആശുപത്രി ലിഫ്റ്റിൽ ഇത്തരത്തിൽ അകപ്പെട്ടു പോയത് ഇതൊക്കെ മൂക്കത്ത് വിരൽ വെച്ച് മലയാളിക്ക് കേൾക്കാനാകൂ. രോഗിയാണ് രവീന്ദ്രൻ നായർ എന്ന 69-കാരൻ. വയോധികനാണ്, സീനിയർ സിറ്റിസണാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗി കേടായ ലിഫ്റ്റിനുള്ളിൽ 1.5 ദിവസം കുടുങ്ങിക്കിടന്നു എന്നുള്ളത് നമ്മളും കേരളത്തിന്റെ ആരോഗ്യ സംവിധാനവും ഏത് നൂറ്റാണ്ടിലെന്ന മലയാളികളെ ഓർമ്മിപ്പിക്കുന്നു. മെഡിക്കൽ കോളേജിന്റെ ഓർത്തോ ഒപിയിൽ ഇതേ രവീന്ദ്രൻ നായർ എന്ന വയോധികൻ എത്തിയത് ശനിയാഴ്ച രാവിലെ 11 മണിക്ക് രോഗി ലിഫ്റ്റിൽ കയറി. ലിഫ്റ്റിൽ നിന്നും രോഗി പുറത്തെടുക്കുന്നത് ഞായറാഴ്ച 6 മണിക്ക്. ഞായറാഴ്ച ലിഫ്റ്റ് ഓപ്പറേറ്റർ വന്ന് ലിഫ്റ്റ് തുറന്നാണ് രോഗിയെ 1.5 ദിവസത്തിന് ശേഷം പുറത്തെടുക്കുന്നത്. ലിഫ്റ്റ് കേടാണെന്നോ തകരാറുണ്ടോ എന്നോ ഒരു മുന്നറിയിപ്പും ബോർഡും ഇല്ലായിരുന്നു എന്ന് രവീന്ദ്രൻ നായരുടെ കുടുംബം പറയുന്നു. ലിഫ്റ്റ് തുറന്നപ്പോൾ അവശനായി പ്രതികരണശേഷിക്ക് പോലും ആരോഗ്യമില്ലാതെ കിടക്കുന്ന രവീന്ദ്രൻ എന്ന വയോധികൻ. രവീന്ദ്രന്റെ മൊബൈൽ ഫോൺ നിലത്ത് വീണ് പൊട്ടി കേടായി കിടക്കുകയായിരുന്നു. പെട്ടെന്ന് ലിഫ്റ്റ് വലിയ ശബ്ദത്തോടെയും കുലുക്കത്തോടെയും നിന്നു പോയപ്പോൾ ഫോൺ നിലത്ത് വീണ് പൊട്ടുകയായിരുന്നു എന്നാണ് രവീന്ദ്രൻ പറയുന്നത്. രവീന്ദ്രൻ നായരെ കാണാനില്ലെന്ന് കുടുംബം മെഡിക്കൽ കോളേജിൽ പരാതി നൽകിയിരുന്നു. എന്നിട്ടും പരിശോധനകൾ ഉണ്ടായില്ല. നമ്മുടെ നാട്ടിൽ ഒരാളെ കാണാനില്ല എന്ന് പരാതി കൊടുത്താൽ അന്വേഷണ സംവിധാനം ഉരുണ്ട് ചലിച്ചു വരുമ്പോൾ ഒന്നുകിൽ കാണാതെ പോയ ആൾ എത്തേണ്ടിടത്ത് എത്തിയിരിക്കും, അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞിരിക്കും. പിന്നെ അലമുറയിട്ട് പോലീസ് വാഹനങ്ങൾ ചീറിപ്പാഞ്ഞിട്ടും സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് കരഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. ഇവിടെ നമുക്ക് മുന്നിലുള്ള വിഷയം ശനിയാഴ്ച രാവിലെ 11 മണിക്ക് ലിഫ്റ്റിൽ കയറിയ രോഗിയെ എന്തുകൊണ്ട് 1.5 ദിവസമായിട്ടും രക്ഷിക്കാനാകാതെ വന്നു, അല്ലെങ്കിൽ രക്ഷിക്കാൻ 1.5 ദിവസം എടുത്തു? ഒന്ന് ഓർക്കണം, ലിഫ്റ്റിൽ കുടുങ്ങിയവരെ രക്ഷിക്കാൻ ലിഫ്റ്റിന്റെ തകരാർ മാറ്റേണ്ട കാര്യമില്ല. ലിഫ്റ്റിന്റെ ലോക്കായ വാതിൽ തുറക്കാൻ സാധിക്കും. അതിനായുള്ള പ്രത്യേകമായ ചതുര കീയും മറ്റും ലിഫ്റ്റ് ഓപ്പറേറ്റിംഗ് പരിസരത്ത് ഉണ്ടാകണം. ശരാശരി അറിയാവുന്ന ഒരു സാധാരണ ടെക്നീഷ്യൻ ഇത് തുറക്കാൻ വെറും ഒരു താക്കോൽ തിരിക്കുന്ന സമയം മാത്രം മതി, നിമിഷങ്ങൾ മാത്രം മതി. ഇനി ഓപ്പറേറ്റർ ഇല്ല എങ്കിൽ സാധാരണക്കാർക്കും ഇത് ഏറെക്കുറെ അടിയന്തര ഘട്ടത്തിൽ പരീക്ഷിക്കാനായേക്കും. അല്ലെങ്കിൽ ഫയർ സർവീസിനെ വിളിച്ചാൽ നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ ഫയർ സേന എത്തി ആളെ പുറത്തെടുക്കും. ഇതൊന്നും ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടില്ല. അനുദിനം അശ്രദ്ധയുടെ വാർത്തകൾ വരുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എന്തുകൊണ്ട് മന്ത്രി ശ്രദ്ധിക്കുന്നില്ല? എത്ര കോടി ചിലവാക്കിയാണ് ഈ മന്ത്രിമാർ നാട് ഭരിക്കുന്നത്? നമ്മൾ ഓർക്കണം, എത്ര ആഡംബരമായാണ് പരിചാരകരും ആരാധകരും പാചകക്കാരും തൂപ്പുകാരും 10-30 പരിവാരങ്ങളുമായി ഒരു മന്ത്രി രാജാക്കന്മാരെ പോലെ ഈ പെരുമഴക്കാലത്ത് മന്ത്രി മന്ദിരം എന്ന കൊട്ടാര വീടുകളിൽ താമസിക്കുന്നത്. ഇവിടെ ഇങ്ങനെ താമസിക്കുന്നവരുടെ ചിലവുകളെല്ലാം ഖജനാവിൽ നിന്നാണ്. അതിന് പകരമായി ജനങ്ങൾക്ക് 24 മണിക്കൂറും ചെയ്യേണ്ട സേവനങ്ങളാണ്. അതിനു പകരം എന്തൊക്കെയാണ് നടക്കുന്നത്? രോഗിയുടെ വയറ്റിൽ കത്രികയിട്ട് തുന്നിക്കെട്ടുക, എന്നിട്ട് നുണകൾ പറഞ്ഞ് തർക്കിച്ച് വർഷങ്ങൾ നീട്ടിക്കൊണ്ടു പോവുക, അവയവം മാറി ഓപ്പറേഷൻ നടത്തുക, ലിഫ്റ്റിൽ കയറിയ രോഗി 1.5 ദിവസം ലിഫ്റ്റിൽ കിടക്കുക. നമുക്ക് ആലോചിക്കാൻ പോലും ആകുന്നില്ല കേരളത്തിലെ അവസ്ഥ. ഇനി ഇത് ആര് നന്നാക്കും, ആര് ശരിയാക്കും? ന്യൂസ് ഡെസ്ക് കർമാനൂസ്.